വെറും 10K ബഡ്ജറ്റിൽ 5G സപ്പോർട്ട്, 4 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബാറ്ററി, ഈ ഫീച്ചേഴ്സ് എല്ലാം ഉള്ള ഒരു മൊബൈൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വന്നിട്ടുള്ളത് കറക്റ്റ് പ്ലേസിലേക്കാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സാംസങ് F06 5G സ്മാർട്ട് ഫോണിന്റെ ഒരു ജെന്യൂൺ ആൻഡ് ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. ഇതിൽ ഈ ഒരു മൊബൈലിന്റെ പ്ലസ് എന്തൊക്കെയാണ്, മൈനസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ടാവും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അക്കു, വെൽക്കം ടു അക്കൂസ് വ്യൂ. ഫസ്റ്റ് വൺ, ഡിസൈൻ ആൻഡ് ഡിസ്പ്ലേ. ഫസ്റ്റ് ഇംപ്രഷൻ മാറ്റേഴ്സ് ഒന്നുമില്ല. സോ ഈ ഒരു മൊബൈൽ നോക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു എന്ന് നോക്കാം. ഈ ഒരു മൊബൈലിന്റെ ഡിസ്പ്ലേ വരുന്നത് 6.7 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ 800 നിറ്റ് പീക്ക് ബ്രൈറ്റ്നസ്സും ഉണ്ടാവും. സോ ഔട്ട്ഡോർ യൂസേജിനൊക്കെ ഒരു ഡീസെന്റ് പെർഫോമൻസ് ആയിരിക്കും. ഇതിൽ വരുന്നത് 2 കളേഴ്സ് ആണ്, ലിറ്റ് വയലറ്റ് ആൻഡ് ബഹാമ ബ്ലൂ. എന്ത് കളർ ആണെങ്കിൽ എന്താ, നമ്മൾ എന്തായാലും മാക്സിമം ആൾക്കാർ ഒരു കേസ് ഇട്ട് ഇതെല്ലാം അടച്ചു വെക്കാനല്ലേ പോകുന്നത്. പിന്നെ ഇത് മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ഒന്നും മൊബൈലിന്റെ ബാക്കിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സോ ഒരു ക്വിക്ക് ടേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു മൊബൈലിന് ഫുൾ HD+ ഡിസ്പ്ലേ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ഡിസൈൻ ആൻഡ് ഡിസ്പ്ലേ എന്ന ചാപ്റ്ററിൽ ഇതായിരിക്കും ടോപ്പ് സ്കോറർ. ആൻഡ് കമ്മിങ് ടു പെർഫോമൻസ്, ഈ ഒരു മൊബൈൽ വരുന്നത് MediaTek Dimensity 6300 ചിപ്സെറ്റോട് കൂടിയായിരിക്കും. സോ ഒരു എവറിഡേ യൂസ്, ലൈറ്റ് ഗെയിമിംഗ്, അതുപോലെ തന്നെ ഒരു സ്മൂത്ത് മൾട്ടി ടാസ്കിങ്ങിനെല്ലാം ഇത് ഓക്കെ ആയിരിക്കും. ആൻഡ് ഇതിന്റെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ എന്ന് പറയുന്നത് 416K ആണ്. സോ ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും ബഡ്ജറ്റ് ഫോൺ ഈ ഒരു സ്കോർ വരുന്നത് ക്വൈറ്റ് ഇംപ്രസീവ് ആണ്. ഈ ഒരു മൊബൈൽ വരുന്നത് 2 വേരിയൻസിലാണ്, 4GB + 128GB സ്റ്റോറേജ് ആൻഡ് 6GB + 128GB സ്റ്റോറേജ്. ഈ ഒരു ഫോണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു ഫോണിലും ഉള്ളത്. One UI 7.0 വിത്ത് Android 15 ആണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ BGMI ഒക്കെ കളിക്കുകയാണെങ്കിൽ ഈ ഒരു മൊബൈലിൽ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ഒരു 40 FPS കളിക്കാം. ബട്ട് ഹാർഡ് കോർ ഗെയിമേഴ്സ് ഈ ഒരു മൊബൈൽ വാങ്ങിക്കാന്ന് ചിന്തിച്ചു പോലും നോക്കണ്ട. ആൻഡ് കമ്മിങ് ടു ക്യാമറ, റിയർ ക്യാമറ വരുന്നത് 50 MP ആണ് വിത്ത് 2 MP ഡെപ്ത് സെൻസർ. ഫ്രണ്ട് ക്യാമറ എന്ന് പറയുമ്പോൾ 8 MP. ഈ റിയറിലുള്ള 2 MP ഡെപ്ത് സെൻസർ എനിക്ക് തോന്നിയതേ നമ്മുടെ കയ്യിലൊക്കെ ഉള്ള ഡിഗ്രി പേപ്പർ പോലെയാണ്. ബിക്കോസ് നമ്മുടെ കയ്യിൽ ഡിഗ്രി ഉണ്ടാവും ബട്ട് ജോബ് ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഈ 2 MP ഡെപ്ത് സെൻസർ ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഡേ നൈറ്റ് ഷോട്ട്സ് ഒക്കെ ഓക്കെയാണ്. ലോ ലൈറ്റ് ഷോട്ട്സിൽ കുറച്ച് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ ഓക്കെ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ പോർട്രേറ്റ് മോഡിൽ എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ ഇറ്റ്സ് ഓക്കെ എന്ന് മാത്രം നമുക്ക് പറയാം. ആൻഡ് കമ്മിങ് ടു ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ, ഗുഡ് ഫോർ സോഷ്യൽ മീഡിയ ബട്ട് നോട്ട് എക്സ്ട്രോർഡിനറി. ആൻഡ് കമ്മിങ് ടു ബാറ്ററി ആൻഡ് പെർഫോമൻസ്, ഈ ഒരു മൊബൈൽ വരുന്നത് 5000 mAh ബാറ്ററിയോട് കൂടിയായിരിക്കും. ഒരു മോഡറേറ്റ് യൂസേജിൽ നിങ്ങൾക്ക് ഒരു 1.5 ഡേ സൂപ്പർ ആയിട്ട് ലാസ്റ്റ് ചെയ്യും. കൂടാതെ ഇതിൽ 25 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. സോ ഈ ഒരു ബഡ്ജറ്റിൽ ഇതൊരു ബെസ്റ്റ് ഫീച്ചർ ആണെന്ന് തന്നെ പറയാം. സോ നിങ്ങൾ ചാർജിങ് ടൈം നോക്കുകയാണെങ്കിൽ ഇതിൽ 0 to 50% 30 മിനിറ്റ്സിലും 0 to 100% 1 hour 15 മിനിറ്റ്സിലും ആവും. സോ ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി ആണ്, ഡീസെന്റ് ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ബട്ട് നിങ്ങൾക്ക് ചാർജർ ഇതിൻ്റെ കൂടെ കിട്ടില്ല, തനിച്ച് വാങ്ങിക്കേണ്ടതായിട്ടുണ്ടാവും. ആൻഡ് കമ്മിങ് ടു സോഫ്റ്റ്വെയർ ആൻഡ് അപ്ഡേറ്റ്സ്, ഈ ഒരു മൊബൈൽ വരുന്നത് 4 year+ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടാവും എന്നൊരു ഗ്യാരണ്ടിയോട് കൂടിയാണ്. സോ ലോങ് ടേം യൂസേഴ്സിനൊക്കെ പറ്റിയൊരു മൊബൈൽ ആയിരിക്കും. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ Android 15 + One UI 7.0 ആണ് ഇതിൽ വരുന്നത്. സോ നിങ്ങൾക്ക് ഒരു ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ചെയ്യാം. അതുപോലെ തന്നെ സാംസങ്ങിന്റെ സിഗ്നേച്ചർ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഈവൻ പ്രീമിയം ഫോൺസ് പോലും നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഇത്രയ്ക്ക് തരുന്നില്ല. സോ ഈ ഒരു ഫോണിൽ 10K ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇത്രയൊക്കെ കിട്ടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ഇതിന്റെ പ്ലസ് എന്ന് പറയുമ്പോൾ 5G സപ്പോർട്ട്, അതാണ് മെയിൻ ആയിട്ട് ഒരു പ്ലസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ബട്ട് ഇതിന് നെഗറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇതിന് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല, അൾട്രാ വൈഡ് ക്യാമറ ഇല്ല. സോ ഈ ഒരു ബഡ്ജറ്റിൽ ഇതെല്ലാം കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കിങ് ആയിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ പറയും. സോ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് റെഗുലർ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുള്ളൂ. സോ സീ യു സൂൺ വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫോർ നൗ.